ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ SSCയുടെ ഒരു ടെൻഡറിനെ പറ്റി നിങ്ങളെല്ലാവരും കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണും. അപ്പോൾ ഈ അറിഞ്ഞവർക്ക് കുറേ പേർക്കെങ്കിലും ഡൗട്ട് കാണും, ഇതെന്താണ് SSCയുടെ പുതിയ ടെൻഡർ, അത് എക്സാം പാറ്റേണിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുമോ, എക്സാം ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തോ, അതിൻ്റെ ഇൻ്റർഫേസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്നെല്ലാം ഒരുപാട് പേർക്ക് ഡൗട്ട് കാണും. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ SSCയുടെ പുതിയ വെണ്ടർ ചേഞ്ച് വന്നായിരുന്നു. അപ്പോൾ നിങ്ങൾ ആസ്പിറൻറ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരിക്കലും എക്സാമിൻ്റെ പാറ്റേണിനെയോ എക്സാമിൻ്റെ ക്വസ്റ്റ്യനെയോ ഒരിക്കലും ബാധിക്കുന്ന ടൈപ്പ് വെണ്ടർ അല്ല അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു ടെക്നോളജി പാർട്ട്ണറാണ്. ഓക്കെ, അപ്പോൾ ടെക്നോളജി പാർട്ട്ണറാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. എഡ്യൂക്കേറ്റീവ് ഔട്ട് എന്ന് നമുക്ക് ഡൗട്ട് വരും, എഡ്യൂക്കേറ്റീവ് ഔട്ടാണോ പുതിയത് വന്നോ എന്നൊക്കെ ഒരു ഡൗട്ട് വരും. അപ്പോൾ അതിനെപ്പറ്റി ഇതുവരെ നിലവിലും ഒന്നും അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, ദെൻ വൈ ദിസ് ന്യൂസ് ഈസ് ട്രെൻഡിങ്, എന്തുകൊണ്ട് ഇത് ട്രെൻഡിങ് എന്ന് നമുക്ക് നോക്കാം. SSC ഹാസ് റിലീസ്ഡ് എ ന്യൂ എന്താണ് റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ. ഓക്കെ, റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ ആണ്. അതെന്ന് പറയുന്നത് ഫോർ സെലക്ടിങ് എ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ പാർട്ട്ണർ. അവരുടെ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ പാർട്ട്ണറിന് വേണ്ടിയിട്ടാണ് അവർ പുതിയ ടെൻഡർ ഇറക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ആസ്പിറൻ്റ് എന്ന രീതിയിൽ നിങ്ങൾക്കിപ്പോൾ സമാധാനിക്കാം. അതെന്താണ്, ഒരിക്കലും എക്സാം പാറ്റേണിൽ ചേഞ്ച് വരുത്തത്തില്ല, ഇൻ്റർഫേസിലും ചേഞ്ച് വരുത്തത്തില്ല. SSCയുടെ ടെക്നോളജി ആൻഡ് ഓപ്പറേഷൻ പാർട്ട്ണറിന് വേണ്ടിയിട്ടാണ് ഈ ടെൻഡർ റിലീസ് ചെയ്തിട്ടുള്ളത്. ദെൻ RFP എന്താണെന്ന് നമുക്ക് നോക്കാം. RFP എന്ന് പറയുന്നത് റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ ആണ്. SSC ഇൻവൈറ്റ്സ് കമ്പനീസ് ടു ബിഡ്. അപ്പോൾ അവരെന്താണ് കമ്പനീസിനെ ക്ഷണിച്ചിട്ടുണ്ട്. SSC കമ്പനീസിനെ ക്ഷണിച്ചിട്ടുണ്ട്. ഇതുവരെ ഫൈനൽ കമ്പനി സെലക്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ആസ്പിറൻസിനെ ഡയറക്റ്റ് ബാധിക്കത്തില്ല. അത് അവരുടെ ടെക്നോളജി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളൊരു ടെൻഡറാണ് ഇറക്കിയിട്ടുള്ളത്. അതെന്താണ്, IT കമ്പനീസിനെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. IT കമ്പനീസ് വിത്ത് 20 crore ടേൺ ഓവർ, 20+ crore ടേൺ ഓവർ ആണ് പറഞ്ഞിട്ടുള്ളത്. 20 കോടിയിൽ മേളിൽ ടേൺ ഓവർ ഉള്ള കമ്പനീസിനെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. 100+ ഡെവലപ്പേഴ്സ് ഉണ്ട്. ഗവൺമെന്റ് പ്രോജക്റ്റ് എക്സ്പീരിയൻസ്. ഓക്കെ, ഗവൺമെന്റ് പ്രോജക്ട്സിന്റെ എക്സ്പീരിയൻസ് ആവശ്യമുള്ള കമ്പനീസിനെയാണ് അവർ ക്ഷണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്തെല്ലാം ഏതൊക്കെ മേഖലയിലാണ് ഈ പുതിയ ടെൻഡർ, ഈ ടെക്നോളജി പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു വെബ്സൈറ്റ്, ഒരു റിസൾട്ട് വന്നിട്ട് അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിന് നമ്മൾ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു വെബ്സൈറ്റ് SSCയുടെയോ റെയിൽവേയുടെയോ വെബ്സൈറ്റ് എടുക്കുന്ന സമയത്ത് കൂടുതലും നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ലാസ്റ്റ് മിനിറ്റ് ഹാങ് വരുന്നത്, നമുക്കത് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. സോ അതിനെല്ലാം സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഫസ്റ്റ് ടീം SSCയുടെ വെബ്സൈറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മൈ SSC എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. സോ അത് ഹാൻഡിൽ ചെയ്യണം. ദെൻ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയും അഡ്മിറ്റ് കാർഡ്, റിസൾട്ട്, കാൻഡിഡേറ്റ് ഹെൽപ്പ് ലൈൻ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയും പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത്, പുതിയ ടെക്നോളജി പാർട്ട്ണറിനെ ക്ഷണിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ന്യൂ ഫീച്ചേഴ്സ് SSC wants. പുതിയ ഫീച്ചർ അവർ അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് AI ബേസ്ഡ് ചാറ്റ് ബോട്ടിന് അവർ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ദെൻ ബെറ്റർ റിസൾട്ട് പ്രോസസ്സിംഗ് സിസ്റ്റം. ഓക്കെ, ദെൻ വരുന്നത് മൊബൈൽ ആപ്പ് അപ്ഗ്രേഡ്സിന് വേണ്ടിയിട്ടും ഡേറ്റ അനലിറ്റിക്സ് പ്ലാറ്റ്ഫോമിനും വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് അവർ പുതുതായിട്ട് SSC എയിം ചെയ്യുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ SSC ആസ്പിറൻസ് നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ടെൻഡർ ഇറക്കിയിട്ടുള്ളതെന്ന് പറയുന്നത്, വെണ്ടർ ചേഞ്ച് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സാമിനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല, അവരുടെ ടെക്നോളജി പാർട്ട്ണറിനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ഒരിക്കലും പേടിക്കാതെ നെക്സ്റ്റ് നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുക. ഈ ടെൻഡർ വരുന്നതായാലും ബാക്കിയുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നതായാലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാളെ ഡയറക്റ്റ് ബാധിക്കാൻ പാടില്ല. നിങ്ങൾ എക്സാം പ്രിപ്പറേഷനെ തന്നെ ഫോക്കസ് ചെയ്ത് അത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെതായിട്ടുള്ള വഴിക്ക് നടക്കും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളെ ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ സ്റ്റഡീസിലായാലും ശരി, നമ്മളെ ലൈഫിലായാലും ശരി, ഡിസിപ്ലിൻ ഉള്ള ഒരാൾ എത്ര പാടുള്ളൊരു കാര്യമായാലും അത് ഒരു ലാസ്റ്റ് അൾട്ടിമേറ്റ് ആയിട്ട് അത് അച്ചീവ് തന്നെ ചെയ്യും. സോ നിങ്ങളൊരു പ്രിപ്പറേഷൻ പാടായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം, നിങ്ങൾക്കത് ഹാർഡായിട്ട് ഫീൽ ചെയ്യാം, കിട്ടില്ല, ഇത് പാടാന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും നിങ്ങൾ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾ ആ ഡിസിപ്ലിൻഡ് ആയിട്ട് അത് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.